ചാരി പോയി. ഇനി ചുലുമ്മ പറ. ആ ചുലുമ്മ പറ. എന്തെങ്കിലും കിടുവാ ഞാൻ മറ്റേ കള്ളക്കിടുവാണേ. എന്തെങ്കിലും ചെയ്യാൻ പറ എന്നോട്. ഇല്ല, എനിക്ക് പണി ചെയ്യാൻ വയ്യ. ചുലുവമ്മ എനിക്ക് ഫോൺ താ ചുലുവമ്മേ. ഒരു കുഞ്ഞു ഫോൺ താ ചുലുവമ്മേ. ഒരു ഫോൺ താ ചുലുവമ്മേ. താ, ഒരു ഇത്തിരി കണ്ടിട്ട് തരാം. 1 2 3 4 കണ്ടിട്ട് തരാം. 4 സ്പൈഡർമാൻ. എന്തുവാ ചുലുവമ്മേ ഇതിന്റെ പാസ്വേഡ് എത്ര? പാസ്വേഡ് എത്രാന്ന് പറ ചുലുവമ്മേ. എത്ര പാസ്വേഡ് ഉണ്ടോ? ഇതല്ല ഞാനിതിപ്പോ എറിയും. ഞാൻ ഇറങ്ങിപ്പോവും. ചുലുവമ്മയുടെ ചാരിയൊക്കെ പോന്നു. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഞാൻ 3 വയസ്സുള്ളൊരു ചെറിയ കുട്ടിയല്ലേ. ഞാൻ പോവാ മലപ്പുറത്ത് എൻ്റെ അമ്മൂൻ്റെ വീട്ടിൽ പോവാ. എന്നെ അവിടെ കൊണ്ടുവിട്ടാരെ. ഇല്ല, എൻ്റെ അച്ചാച്ചിയുടെ അടുത്ത് വിട്ടാരെ എന്നെ. ചുലുവമ്മ എനിക്ക് ഒന്നും തരുന്നില്ല. കഞ്ഞിയും തന്നില്ല, ചോറും തന്നില്ല, കൂട്ടാനും തന്നില്ല, ഒന്നും തന്നില്ല. ചാരി എടുത്ത് ചുമ്മാ ഇരിക്കുക. സീരിയല് കാണുവാണോ? ഇതൊന്നും ശരിയല്ല സുലുവമ്മേ. സുലുവമ്മ എന്തിനാ എപ്പോഴും ഫോണും കണ്ട് കാലിങ്ങനെ W പോലെ വെച്ചോണ്ടിരിക്കുന്നത് സുലുവമ്മേ? ചുലുവമ്മ എണീറ്റ് നിൽക്കി ചുലുവമ്മ. ആ, എന്തിനാ എപ്പോഴും സീരിയല് കാണുന്ന ചുലുവമ്മ? കളിച്ചോണ്ടിരിക്കുക. എന്തേ പാസ്വേഡ്? പാസ്വേഡ് എഴുതിയിട്ടുണ്ടോ? നോക്കട്ടെ. ഇത് സ്പൈഡർമാൻ അല്ല. ഞാൻ ഇതല്ല പറഞ്ഞ ചുലുവമ്മ. എന്തുവാ ഇത്? എപ്പോഴും സീരിയല് കാണുവാണോ ചുലുവമ്മേ? പിന്നെ എന്തുവാടി? സ്പൈഡർമാൻ ആണോ ചുലുവമ്മ എപ്പോഴും കാണുന്നേ? എനിക്ക് സീരിയല് വേണ്ട. എനിക്ക് സ്പൈഡർമാൻ തന്നെ വേണം. ഇത് സ്പൈഡർമാൻ അല്ലേ? എനിക്ക് വേണ്ടത് വേറെ ഏതാണ്ടാ. എനിക്ക് എന്താ വേണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാനിപ്പോ കാര്യം ആണോ? എന്നാ എനിക്ക് ക്യാരറ്റ് വേണം. ക്യാരറ്റോ? എന്നാ എനിക്ക് കക്കിരിയും വേണം. ചുലുവമ്മ എന്നെ കുളിപ്പിക്കാത്ത എന്താ? ഇതെന്തോന്ന് വെള്ളം കോരി മോന്ത കഴുകുന്നു. എന്നെ കുളിപ്പിക്ക് ചുലുവമ്മേ. ചുലുവമ്മയുടെ സാരി. ചുലുവമ്മ ഇങ്ങനെ കുളിപ്പിക്കുന്നില്ല. മനസ്സിലായി ചുലുവമ്മയുടെ കഷ്ടപ്പാടെല്ലാം ഊരിക്കളഞ്ഞോ ചുലുവമ്മ? ചാച്ചി എങ്ങോട്ട് പോവാ? എന്നെ കൂടെ കൊണ്ടുപോകണോ ചാച്ചി? അച്ചാച്ചി അങ്ങനെ പറഞ്ഞായിരുന്നോ? നീ എവിടെ പോവാ? അച്ചാച്ചി എവിടെ പോവാ? അച്ചാച്ചി എന്നെ കൂടെ മേളിൽ ഷെഡി കൊണ്ടുപോവാ. അച്ചാച്ചി എന്നെ കൂടെ കൊണ്ടുപോവാ. അച്ചാച്ചി കൊണ്ടുപോവാ. അച്ചാച്ചി അച്ചാച്ചി എന്താ എന്നെ മേളിൽ കൊണ്ടുപോകാത്തെ? ആ, എന്താ പറ്റാത്തെ അച്ചാച്ചി? അച്ചാച്ചി കൊണ്ടുപോ. അയ്യോ, എന്നെ ഇട്ടിട്ട് പോവല്ലേ അച്ചാച്ചി. കിടിച്ചേട്ടനെ കൂടെ കൊണ്ടുപോ അച്ചാച്ചി. എന്നെ കൂടെ കൊണ്ടുപോ അച്ചാച്ചി. ഈ അച്ചാച്ചി എന്നെ കൊണ്ടുപോകാത്ത അച്ചാച്ചി. ഈ കിടു ഇറങ്ങിയ ഈ കിടു ഇറങ്ങിയ അച്ചാച്ചി പോവോ? നീ അപ്പ, ഞാൻ കിടു. ഇത് അപ്പയാണേ. അപ്പ എനിക്കൊരു ബ്ലാക്ക് മാൻ്റെ ഉടുപ്പ് മേടിച്ചു തരണേ. ഒരു സ്പൈഡർമാൻ്റെ ഉടുപ്പ് മേടിച്ചു തരണേ. അപ്പനെ കൊഞ്ചിച്ചു കൊണ്ട് കിടക്കുന്ന ആരാ? കണ്ണി കണ്ടല്ലേ? ഞാൻ അങ്ങനെ പറയുന്ന കിടു അല്ലല്ലോ അപ്പേ. നീ ഭയങ്കര കൂട്ടക്കേടാ. അല്ല കുരുത്തക്കേട് കാണിക്കത്തില്ല അപ്പേ. പ്രോമിസ്. സോറി. കൈക്കിടിയാണോ? ഞാൻ കിടുവല്ലേ? കരിക്കടയല്ലേ? ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയെ പോയി അപ്പേന് ചിപ്പപ്പം എടുത്തോണ്ട് വരാം. അപ്പയ്ക്കാണോ കിടുവിന് ചിപ്പപ്പം എടുത്തോണ്ട് വരാം. തോടിൽ എന്നെ കൂട്ടേണ്ടി വരാം. നീ അവിടെ കണ്ണ മീനൊക്കെ പിടിക്കും. ഞാനോ? അപ്പൊ കുളിച്ചിട്ട് വരാം. അപ്പൊ കുളിച്ചിട്ട് വരുവോ? അപ്പൊ കിടു എന്തോ എടുക്കണം? കിടു അവിടെ ഇരുന്നു അടങ്ങിയിരുന്നാ മതിയോ? ആ, എന്നാ പോയിട്ട് വാ. അപ്പൊ വല്ലാത്തൊരു കുളിയാണല്ലോ കുളിക്കുന്നേ. കുണ്ടി കുളിക്കുവാന്നോടാ കുളിക്കാൻ പറഞ്ഞേനെ. അല്ല, ഞാൻ കിടുവാ. കുളിച്ചിട്ട് വരുവാണേ അപ്പേ. ആരാടാ വിളിക്കുന്ന എടി കള്ളക്കിടുവെന്ന്?
നിന്നെ ആരാടാ കള്ളക്കിടുകയെന്ന് വിളിക്കുന്നത്? അയ്യേ, അപ്പയൊന്നും അച്ചാച്ചിയുടെ പുറത്ത് ഇങ്ങനെ കയറത്തില്ല. നീ അപ്പയല്ലേ? ഇപ്പൊ ആരാ കള്ളക്കിടുവാ? അവൻ കേട്ടതൊന്നുമില്ല, അവനറിയാം. കൈ ഇട്ടാലോ അവൻ പറയും പൊള്ളി ചൂടാണ്. ലക്ക 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 ഇപ്പൊ കിട്ടും. കൈ കഴിച്ചേരട്ടെ. ഇതെന്തുവാടാ? ആരുണ്ടാക്കിയതാ? അപ്പക്കല്ലേ? എടാ ഞാനല്ലേ കിടൂ, നീ അച്ചാച്ചിയാ. ഓ, അപ്പൊ പട്ടിണിയായി വീട്ടിൽ. നീ ഒന്നും തരുന്നില്ല എനിക്ക്. ഞങ്ങൾക്ക് ആർക്കും തരത്തില്ല കിടു കാരണം. ഞങ്ങൾ എല്ലാരും പട്ടിണിയാ. കിടു ഞങ്ങളെ പട്ടിണിയാക്കി. നമ്മുടെ വീട്ടിലെ മല്ലിയല്ലേ ഇഷ്ടംപോലെ നിൽപ്പുണ്ട് മേളി കേട്ടോ. ആഴിയും കൂട്ടി അതിനെല്ലാം തീ കൊടുക്കണം. അന്നാണ് ഇപ്പോഴാണ് ഉത്ഭവിച്ചത്. പൊന്നുമോന് വേണ്ടി ഈ മുളക്, ഇത് നിനക്ക് ഈ മുളക് കണ്ടോ? അമ്മു അപ്പയ്ക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കുന്ന കണ്ടോ? നീയല്ലേ പറഞ്ഞ അമ്മു ബലൂൺ വാട്ടർ ബലൂൺ എന്നും കൊണ്ട് വഴക്കുണ്ടാക്കിയെന്ന്. ഞാനൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് തരും അമ്മു. അപ്പയ്ക്ക് ഒരെണ്ണം തരാവോടാ? താങ്ക് യു. എനിക്കറിയാം അപ്പയുടെ കുഞ്ഞ് തരുമെന്ന്. അമ്മുന് കൊടുത്തോ? അവൻ കണ്ണാപ്പിയെ കൊണ്ട് എടുപ്പിക്കാന്ന് പറഞ്ഞടി. അമ്മേ, കണ്ണാപ്പിയെ കൊണ്ട് അവൻ എടുപ്പിക്കാന്ന്. കണ്ണാപ്പിക്ക് എല്ലാ ബസ്സുകാരോട്ടും പരിചയമുണ്ട്, എല്ലാ കമ്പനികളോട്ടും പരിചയമുണ്ട്. അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് ഞാൻ കണ്ണാപ്പി വിശ്വസിച്ചായിരിക്കുന്നത്. അവൻ തന്നെ കടിച്ചിന്നാണേ. ചുട്ടു ആരെന്റെ പൊന്നുമോൻ ഉണ്ടാക്കി കേട്ടാ മതി. അപ്പയ്ക്ക് കഴിയാവോ? എല്ലാവർക്കും തരും. എൻ്റെ തല ഉണ്ടോ? 2 ഹൈലൈറ്റർ. ഇന്നെവിടെ എൻ്റെ പൊന്നുമോൻ കിടക്കുന്നത്? ആരുടെ കൂടെ കിടക്കുന്നത് എൻ്റെ പൊന്നുമോൻ? അപ്പയോ? ഇല്ലേ? എനിക്ക് വിഷമമായേ. എന്നെ പ്രേതം പിടിച്ചോണ്ട് പോലെന്തോ ഇവിടെ. നീ അല്ലേലും എന്നെ പറഞ്ഞു. അങ്ങനല്ല, കുറെ നേരമായി. കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞു ഒരു കുഴി കുടിച്ചാൽ അപ്പനെ നട്ടു വെക്കുന്നു. കറങ്ങാൻ പോയാലോ? കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് വഴക്കുണ്ടാകുന്നേ ഫ്രണ്ട് ചെയ്ത് അച്ഛൻ പറപ്പിക്കാം സ്കൂട്ടർ. അപ്പനെ കൂടെ കൊണ്ടുപോടാ. ഇരുട്ടത്ത് മുനിട്ടല്ലേ നമ്മൾ നാളെ പോയല്ലേ? അപ്പ കൊണ്ടുപോടാ. എടാ അപ്പ അച്ചാച്ചിനോട് അങ്ങനെ കിടക്കുന്നേ. രണ്ടും കൂടി വേറെ ഇവന്റെ പൊട്ടാസിന്റെ മറ്റേ കവറിലായിരിക്കുവാണേ. ഇവനോട് പ്രിന്റ് എടുക്കാൻ ചെന്നപ്പോൾ അയാൾ ചോദിച്ചു എടാ ഇങ്ങ് തരാമെന്ന്. ഇത് വെറും കവർ, അതിനകത്തൊന്നും ഇല്ലെന്ന്. അപ്പോൾ കൈ മുട്ടായിരിക്കുക. എടാ മുട്ടായി ഇങ്ങതാ. ഇതേ ബബിൾക്കവാ. കൊച്ചു പിള്ളേരെ തിന്നാവോ, വലിയൊരു ഇന്ന് തൊണ്ടയ്ക്കിരിക്കുമെന്ന്. കൊടുക്കമോ ഇനി ഒന്ന് രണ്ടാമത് ആലോചിക്കരുത്. കൊടു. അന്നാണ് ഒരു കുടുംബനായല്ലോ. കുടുംബച്ചൻ. ഇപ്പം പറയാം കത്തിയും കപ്പ ശരിയല്ലെന്ന്. അതാ പൊളിച്ചെടുക്കുന്നേ. പുറന്നിവർന്നിരിക്കൂ. ആഹാ, അച്ഛൻ മോനെ കാണാൻ ഒരേപോലെ ഇരിക്കുന്ന ഇരിപ്പ് മാത്രമേ. ഒരു 5 വർഷം കൂടെ എനിക്ക് അവനുണ്ട്. ഒരു പണി ഞാൻ ചെയ്യണ്ട, അവൻ എന്നെ സഹായിച്ചോളൂ. വല വീശുന്ന കാണണ്ടേ എൻ്റെ മോളെ, അതൊന്ന് കാണണം. എല്ലായിടത്തും അങ്ങ് വീശാ. എറിയ എന്ത് കൈ കിട്ടിയാലും. തേച്ച് വെച്ച ഷോളുണ്ട്. ഞാൻ നോക്കിയപ്പോ എടുത്തൊരു വീശ് ജാക്കിയുടെ പുറത്തോട്ട്. കരിങ്ങട പിടിച്ചു വെച്ചാച്ചി. അതിങ്ങനെ കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അതിന്റെ ആക്ഷനാ കണ്ടേ കുഞ്ഞിനെ. കാലിക്കണ്ണനെ കടയിൽ ചെന്ന് ചോദിച്ചാന്ന് കഴിഞ്ഞ ദിവസേ. ഇവിടെ ബ്ലാഞ്ഞിലില്ലേ ഒന്ന്. മനസ്സിലായി. അതല്ലേ പുള്ളി പറയുന്നത് അവിടുത്തെ വല്യയ്യാവിന്റെ ഉയരാന്ന് ഇവന്. അച്ചാച്ചിയുടെ അപ്പൂപ്പന്റെ.
എൻ്റെ അച്ഛൻ്റെ ഉയരാന്നാണ് പറയുന്നത്, പഴയ പഴമക്കാരൊക്കെ. അവരൊന്ന് 90-ആം വയസ്സിൽ പുള്ളി മരത്തിൻ്റെ മണ്ടലൊക്കെ വലിഞ്ഞു കയറുമായിരുന്നു. കമന്റിൽ ആരും എൻ്റെ കുഞ്ഞിനെ പാട്ട് പഠിപ്പിക്കാൻ ആരും ഒന്നും വിളിക്കുന്നില്ലയോ മോളെ? അവൻ്റെ ആ ചന്ദ്രകളവും എല്ലാവരും പറയുന്നുണ്ട് അവനെ പാട്ട് പഠിക്കാൻ വിടണമെന്ന്. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളിടത്ത് ആരെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒന്നും അതൊന്നും ആവശ്യമൊന്നുമില്ല, അവൻ അല്ലാണ്ട് പാടുന്നുണ്ട്. 2 ദിവസം അവിടെ നിന്ന് കരാട്ടെ ക്ലാസ്സിന് വിട്ടിട്ട് ഒരു പെണ്ണിന്റെ ഒക്കത്ത് കയറിയിരുന്നവനാ തീരുന്നവരെ. എന്റെ പൂജ ചേച്ചി ചമ്മിയൊന്നുമില്ല. കരാട്ടെ ക്ലാസ്സിൽ കാല് വെച്ചാ പറയും പൂജ ചേച്ചി അവിടെ എന്നെ എളുക്ക് എന്നെ അടുക്ക്. ഇപ്പോഴത്തെ പ്രശ്നമില്ല, എന്നെ അടുക്ക്. ഞാൻ പറഞ്ഞു നിന്നെ വെച്ചടുക്കുന്നുണ്ടെന്ന്. ഹായ് ചിക്കൻ കാലി ഞാൻ തന്നെ തിന്നാം, കിടൂന് വേണ്ട കേട്ടോ. എന്താ എണ്ണീറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് എൻ്റെ കിടുവിനെ തോളത്ത് വെച്ച് എല്ലാം മെഴുകുതിരി ഊതി വെച്ച് ഞാനും കിടുവും കൂടെ പിന്നെ നിങ്ങൾക്കും കണ്ണ് കാണൂല. ബാക്കിയെല്ലാം ഇവിടെ കാര്യം. മെഴുകുതിരി ലൈറ്റ് വല്ല ഓഫ്. എൻ്റെ മോൻ്റെ എന്തോ ലൈറ്റ് ഉണ്ട്, 8 ലൈറ്റ് ഉണ്ട്. എന്നിട്ട് നീ രാവിലെ അച്ചാച്ചി വേണ്ടെന്ന് പറഞ്ഞില്ലേ, പൊയ്ക്കോന്ന് പറഞ്ഞില്ലേ? അങ്ങനെ എൻ്റെ കുഞ്ഞ് പറയും. പറഞ്ഞല്ലോ, ഞങ്ങൾ എല്ലാരും കേട്ടു. പിന്നെ നിങ്ങൾ കേൾക്കും, പക്ഷേ എൻ്റെ കുഞ്ഞ് പറഞ്ഞില്ലേടാ? കള്ളം പറയാൻ അച്ചാച്ചി, ഞാൻ ഒരു ഏറ്റവും വലിയ കള്ളൻ അച്ചാച്ചിയാണ്. പക്ഷെ നീയാടാ തോളത്ത് കയറി നിന്ന്. എണ്ണ എവിടെ വെച്ചേ? ആ ഊരാ ഇപ്പം. എന്നിട്ട് നിങ്ങൾ 2 ഉരുട്ടത്തിരിക്കും, അതല്ലേ മെരുരി ഊരിയിട്ട്. ഏതൊക്കെയോ കലങ്ങൾ കാണും. ഇല്ലേ കൊണ്ട് ഒഴുക്കി വിട്ടിട്ട് താഴേന്ന് പിടിക്കുക. നല്ല വാള മീൻകറി, തേങ്ങ അരച്ച വാള മീൻകറിയാണേ. പച്ചത്തേങ്ങ. അതെ, പച്ചത്തേങ്ങ അരച്ച വാള മീൻകറി. നല്ല ടേസ്റ്റ്. അച്ചാച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. അച്ചാച്ചി തന്നെ ക്ലീൻ ചെയ്ത്. അതെ, അച്ചാച്ചി തന്നെ ശരിയാക്കിയ സാധനം. ഓ ചൂടായി പുല്ലിന്. ആഹാ, കൊള്ളാവോ? കപ്പയും കൂടെ ആകുമ്പോൾ കറക്റ്റാണ്. പുളി കൂടുതലാ? കപ്പയും കൂടെ വരുമ്പോൾ ശരിയായിക്കോളൂ. അതിൽ ചാറ് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ കപ്പ ഇട്ട് ഞെരടി നല്ല ചോറിൻ്റെ കൂടെ കഴിക്കുമ്പം അതൊരു ഇതാവും. അല്ല നമ്മൾ ചോറിൻ്റെ കൂടെ എല്ലാം ഇടുമ്പോൾ ഉപ്പില്ല, എല്ലാം ഇച്ചിരി കൂടിയിരിക്കും. ഒന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ നമ്മളിപ്പോൾ വാഴയിലെ ചോറിൻ്റെ കൂടെ ഇളക്കിയിട്ടങ്ങൊന്നുമില്ലയോ, അപ്പോൾ ഈ ഉപ്പും പുളിയും ഒക്കെ ഇപ്പം ഇങ്ങനെ എടുത്ത് നോക്കിയാൽ പുളി കൂടിയെന്നോ ഉപ്പ് കൂടിയെന്നോ തോന്നും. ഈ ചെറിയ മീനൊക്കെ ഉണ്ടല്ലോ, അധികം വിഷം അടിക്കത്തില്ല ആരും. എന്തോ അച്ചാച്ചി ആഗ്രഹിച്ച പോലെ വാളക്കറി എല്ലാവരും ചുണ്ണാമ്പ് വാള ഇതാണ് തോളക്കറി. തോളയിലും ഉണ്ട് ശകലം. അച്ചാച്ചി അത് ടേസ്റ്റ് നോക്കിയത് ചുണ്ണാമ്പ് വാള എന്ന് പറയും. ഈ വില കുറഞ്ഞ മീനുണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനൊന്നും ആരും അധികം അമോണിയോ കാര്യമൊന്നും ഇടത്തില്ല. ഇതാരും വാങ്ങിക്കത്തില്ല. അച്ചാച്ചി അണ്ണാടിയും കൂടെ ചെറിയൊരു പിണക്കത്തില്ല. കാരണം കേട്ടോണേ, കാര്യം ഞാൻ പറ 20 ദിവസമായി അച്ചാച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഇനി എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് എന്റെ കിടുവിന്റെ കാര്യം മാത്രം. ഞാനൊന്ന് ചോദിച്ചു എന്നാ കഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. അങ്ങനല്ല ചോദിച്ചു, അന്നേരം ഫോൺ കട്ടിയത് എനിക്ക് മനസ്സിലായില്ല. 62 ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ 62 വയസ്സായി, യാതൊരുവിധ അസുഖങ്ങളും എനിക്കില്ല. എൻ്റെ മോന് എന്നെ ഇതുവരെ ആശുപത്രിയിൽ ഒരു പനിക്ക് കൊണ്ടുപോയിട്ടില്ല, ചുമയ്ക്ക് കൊണ്ടുപോയിട്ട് ഒന്നിനും കൊണ്ടുപോയിട്ടില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്ന ജീവിതശൈലി രോഗങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് എൻ്റെ ശരീരത്തിന് ഇപ്പോൾ ഇച്ചിരി പ്രശ്നങ്ങൾ, എനിക്ക് ഓടിച്ചാടി നടക്കാനൊന്നും പഴയ ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. വല്ലാതെ ക്ഷീണിച്ച് കിടന്നപ്പോൾ എൻ്റെ മോൻ്റെ ഒരു ഫോൺ വന്നു, മോനെ അച്ചാച്ചിക്ക് വയ്യ. അല്ലേ എന്നാ അച്ചാച്ചി ഞാൻ പറഞ്ഞു മോനെ വയ്യ. അല്ല എന്നാ അച്ചാച്ചിക്ക് ആവുന്നത്. ഇവൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഇവൻ എന്നെ ദിവസവും കൊളസ്ട്രോളിയൊക്കെ ഞാൻ കൊണ്ടുവന്നു. സാധാരണ 60 വയസ്സുള്ളൊരു പിന്നെ അപ്പനെയും കൊണ്ട് മക്കളൊക്കെ പോകുന്ന പോലെ ഇതിനൊന്നും ചെയ്യാതെ അവസാനം ഞാൻ ഇവനെ അങ്ങ് വെറുത്തു. ജീവിതത്തിൽ ഇപ്പോഴും വെറുത്തു. പക്ഷെ ഒരു കാര്യം, ഇവന്റെ മോനെ ഞാൻ പൊന്നു പോലെ നോക്കും. അമ്മു അല്ലാതെ ആരേലും അവനെ കരയിപ്പിച്ച അതെന്റെ ഭാഷയാണ്. ഞാൻ ജീവനോട് ഞാൻ കരയിപ്പിക്കും സ്വന്തമായിട്ട്. അത് നിങ്ങൾ എനിക്ക് ക്ഷീണമാന്നേ. അത് നിനക്കറിയാം. നീ ഒരു ദിവസം ഇവിടെ നിന്നിരിക്കണം. നീ വന്ന് ഈ മൊബൈലും കണ്ടോണ്ടിരിക്കുന്നതല്ല. അണ്ണ അതവിടെ ചെയ്യട്ടെ, ഉടനെ അവിടെ വെച്ചാലും അതങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട, ഉടനെ ഇപ്പുറത്തൊരുത്തം വിളിക്കും, അത് വേണ്ട. അപ്പോഴായിരിക്കും വേറൊരു ബെല്ല് ദീപ്തിയെ ഓടിക്കൊണ്ടിരിക്കുന്ന രേവതി. ഞാൻ ഇതൊന്നും ഇനി ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും കിടുവിന്റെ കാര്യം നോക്കുന്നത് അങ്ങനെ രാവിലെ അപ്പിയിടിപ്പിക്കുക, കുളിപ്പിക്കുക, അവൻ തന്നെ ചെയ്യും. എന്നാലും കുഞ്ഞിനെ കൊണ്ടുപോവുക. പിന്നെ നീ എന്നെ കളിയാക്കത്തില്ലേ കൃഷ്ണ പശു എന്നും പറഞ്ഞ്. ഞാൻ എൻ്റെ കുഞ്ഞിന് എന്നും 1 ലിറ്റർ പാൽ, അതിൽ കൂടുതൽ ഒരു തുള്ളി പോലും കറക്കത്തില്ല. എൻ്റെ കുഞ്ഞിന് കുടിക്കാനുള്ള പാലും അതൊരു ശകലം, ഞാൻ അതിന് ചായ പോലും കുടിക്കുന്നില്ല. അതൊരു ഇച്ചിരി തൈര് കൂട്ടി ചോറുണ്ടെന്ന് എൻ്റെ ഒരു രുചിയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോൻ കഴിഞ്ഞ ചേച്ചിക്ക് എല്ലാവരും ഉള്ളതെന്ന് എനിക്കറിയാം. ഇനി പറയും ഇവനോ മോനെ അങ്ങനെ ആയിപ്പോയില്ലയോ?
കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാരും. എടി നിനക്കെന്തോ എൻ്റെ ജീവിതം എന്തായിരുന്നു കുഞ്ഞു പ്രായത്തിൽ. ഇനിയിപ്പോൾ നിങ്ങൾ പറയും ഞാൻ അങ്ങനെ ഇങ്ങനെയാണ്. അമ്മയും പോയി അച്ഛനും പോയി എല്ലാം പോയി. അത് കഴിഞ്ഞ് ഒരു എങ്ങോ ദൂരെ ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലെ കെട്ടിയതായി മാറി. പക്ഷെ ഇത് ഇങ്ങനെ ആറ്റം പോകാൻ പാകുമെന്ന് ഞാൻ ജീവിതത്തിൽ പക്ഷെ ഇവനുണ്ടല്ലോ, ഇവനൊരു 10 അടിക്കുകയോ ഒരു സിഗരറ്റ് വലിക്കുകയോ ഒക്കെ ചെയ്ത് ഇവൻ ഇത് വെച്ചാ മസിൽ പിടിക്കുന്നത്. ഇവന് ഇതൊന്നുമില്ല, അതിൻ്റെതായ ബാക്കി പ്രശ്നങ്ങളുണ്ടെന്നല്ലേ. കള്ളു കുടിക്കത്തില്ല, ഇതൊന്നും ചെയ്യത്തില്ല കേട്ടോ. ഒരു മദ്യപാനിയെ കൊണ്ടുപോകുന്നതിനെ കാട്ടി ഇവനെ ഒരു റീഅഡിഷനിലോ നല്ല ഒരു കൗൺസിലിങ്ങിനോ ഏർപ്പെടുത്തണം. ഇവൻ പറയുന്ന കാര്യമല്ല, ഇവനാ വിത്തിൻ സെക്കൻഡ് എൻ്റെ അമ്മു എങ്ങനെ സഹിക്കുന്നു ഞാൻ അറിയാതെ ആ പാവം അമ്മൂനെ ഇവന്റെ അമ്മൂനെ കാണുന്നു. സത്യം പറയാൻ വിറേജ് പോകുമ്പോണ്ടല്ലോ അമ്മൂന്റെ അമ്മയും കൂടെ വരുന്നു. ഞാൻ ക്യൂ നിൽക്കല്ല പോകുന്ന വഴി. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഇവിടുത്തെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു വൈസ് പ്രസിഡന്റും മറ്റൊരാളൊക്കെ ആരിലാട്ടോ പദവി പറയുന്നതല്ല. എടാ ഇത്രയും കക്ഷികളുള്ളപ്പോൾ നിനക്ക് എന്താണ് ഇതൊന്നും ബന്ധപ്പെടാൻ പറ്റാതിരിക്കുമെന്ന്. ഇവനിപ്പോൾ ദീപൻ എന്നെ ഒരു വിലയില്ല. എൻ്റെ മോനല്ലായിരുന്നെങ്കിൽ ഒരിക്കലും മണി ഒരിക്കലും മണി എൻ്റെ മോനല്ലായിരുന്നെങ്കിൽ മണി അമ്മൂനെ ഇവന് കൊടുക്കത്തില്ലായിരുന്നു. ഞാൻ പിന്നെ ഇപ്പോഴും നീ ഒന്ന് ചോദിച്ചു. അപ്പോൾ ഇവന് ഒത്തിരി 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 ഇപ്പം ഇതുണ്ട്. പക്ഷേ ഇവനങ്ങ് പാവമായിരുന്നു. പറയത്തില്ലേ നമ്മളെ ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും, അങ്ങനെ പഴയ കാലത്ത്. ഇവൻ ശുദ്ധനാണ്, പക്ഷെ ദുഷ്ടന്റെ ഫലമാണ് ചെയ്യുന്നത്, ഇല്ലയോ? അച്ചാച്ചിയായി, അച്ചാച്ചിയുടെ മോനായി, നിങ്ങളുടെ കുടുംബകാര്യമായി ഞാൻ ഇവനോട് മിണ്ടത്തില്ല. എന്റെ സംശയം അറിയാവോ, ഈ നിങ്ങളുടെ ഇടയിൽ ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഞാൻ എങ്ങനെ വന്നെന്നുള്ള പറയോട് പറയുന്നതിന് പിന്നെ ടാറ്റാ എല്ലാവർക്കും ടാറ്റാ. അത് കേൾക്കുന്നുണ്ട്. നമ്മളെ കട്ടിയല്ലേ, ഞാൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമ്മുടെ നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്റെ മൊയ്തീൻ ഇലവരിഞ്ഞപ്പോഴോ അതിന്റെ ഓരോ തുള്ളിയും കടലിൽ ചെന്ന് പതിക്കുന്നതിലോട്ടുണ്ടല്ലോ എന്റെ ദുഃഖവും സന്തോഷവും എന്റെ എല്ലാം ചെന്ന് അവസാനിക്കുന്നത് എന്റെ കിടൂല. എന്താമോ തീർത്തിട്ടില്ല. പിന്നെ ഇത്ര ആഴ്ചക്ക് സുലോമയുടെ മുടിയുടെ രഹസ്യം എണ്ണയുടെ രഹസ്യം അത് പറയാം. അതിപ്പോ പറ. അതിപ്പോഴല്ല, നാളെ തൊട്ടത് പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. സുലോമയുടെ മുടിയുടെ രഹസ്യം അച്ചാച്ചി കേട്ടോ. പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കാം. അത് പോട്ടെ, അതല്ല എൻ്റെ ഈ മറ്റേ എൻ്റെതിൻ്റെ മൊയ്തീനിൽ പറയുന്നതിൻ്റെ കൂട്ട് ഇലവഴിഞ്ഞ് പുഴ ഇപ്പൊ വായിക്കൊള്ളുന്നൊരു പുഴ, ആ പുഴ അത് കടലിൽ ചെന്ന് ചേരുന്നതിലോട്ടല്ലോ എൻ്റെ സർവ്വ ദുഃഖങ്ങളും എൻ്റെ സർവ്വ സന്തോഷങ്ങളും എല്ലാം ചേർന്ന് അവസാനിക്കുന്ന കടലാണ് കിടു. അവനെ എനിക്ക് കടൽ പക്ഷേ ഇപ്പൊ സ്പൈഡർമാൻ കണ്ടു. അതൊക്കെ ആയിക്കോട്ടെ. അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ പ്രായത്തിൽ അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ സാധിച്ചുകൊണ്ട് അവനെ നാളെ ഇവർ കൊണ്ടുപോകോട്ടെ, എനിക്കൊരു വിഷമവുമില്ല. എനിക്കൊരു വിഷമമില്ല. ഓണത്തിന് പിറ്റേ ദിവസം തുടങ്ങും. ഞാൻ മലപ്പുറം വരെ പോയാലോ. അല്ല, ഓണത്തിന് ഇവൻ എടുത്തോണ്ട് പോയി കണ്ടില്ലേ, ഫുട്ബോൾ കളി കാണാനുള്ള ആവേശത്തിൽ കുഞ്ഞിന് ചോറ് പോലും കൊടുക്കാതെ ഇവൻ എടുത്തോണ്ട് പോയില്ലയോ. ഞാൻ അപ്പോഴും കൂളല്ലായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനെ നൂല് കെട്ടിനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനെ ചോറ് വാരി കൊടുക്കുന്നിടത്തുണ്ടായിരുന്നു. എടാ ഞാൻ എന്ന് വരെ ആയുസുണ്ടോ അന്ന് വരെ എൻ്റെ കുഞ്ഞിന് ഒരു കൊടുക്കുന്നുണ്ട്. എനിക്ക് അവനെ ആരുടെ മുമ്പിൽ ചോറ് വാരി കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാനിപ്പോൾ അവനെ കുളിപ്പിക്കുന്നില്ലയോ, അവൻ്റെ എന്തിഷ്ടവും ഞാൻ സാധിച്ചു കൊടുക്കും. അങ്ങനെ അവനെ എനിക്ക് സ്നേഹത്തോടു കൂടി ആചാരാനുഷ്ഠാനങ്ങളൊന്നും ഇല്ലാതെ സ്നേഹത്തോടെ എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് വളർത്തണം. അച്ചാച്ചിക്ക് അണ്ണാണി ഇഷ്ടമല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അത് പറയത്തില്ല. അതോ അച്ചാച്ചിക്ക് ഏറ്റവും ഇഷ്ടം അണ്ണാണിയല്ലയോ? ശരിക്കും പറഞ്ഞ അത് ഞാനിടണോ? അത് പറയട്ടെ. ഇപ്പൊ ഒരു മ്യൂട്ട് ആക്കിയതുണ്ടല്ലോ അച്ചാച്ചിയുടെ പഴയ ലൈന. എൻ്റെ 7,34,000 സബ്സ്ക്രൈബേഴ്സ് കുഞ്ഞുങ്ങളെ അതിലാരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ മക്കളെല്ലാം കൂടെ ഉണ്ടല്ലോ എന്നെ ഇട്ടുണ്ട്. ഇവരിപ്പോ ഉണ്ടല്ലോ എവിടോ ഞാൻ പണ്ട് സ്നേഹിച്ചു നല്ലൊരു പെൺകുട്ടിയായിരുന്നു, ഞാൻ സ്നേഹിച്ചു ഇല്ലാന്നൊന്നും പറഞ്ഞു. അവർ കണ്ടോട്ടോ അതിനെന്താ. പേര് മാറ്റി ഞാൻ. പക്ഷെ അതിനെന്തേ ഇപ്പൊ ഈ 62-ാം വയസ്സുകാരനോട് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാഗ്രഹമുണ്ടോ, പണ്ടേ പഴയ പ്രേമമാണോ മക്കളോടാ പറയുന്നത്. ഞാൻ സ്നേഹിച്ച തെറ്റൊന്നുമല്ലോ. അതുകൊണ്ട് എന്നെ ആരും ഫോക്സോ കേസിൽ പടപെടുത്തിയിട്ടില്ല. അല്ലെ മറ്റൊന്നിലും. എടി ഞാൻ ഈ 62-ാം വയസ്സ് ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ നിങ്ങളെന്നല്ല എന്നെ കേൾക്കുന്ന ആരും. അച്ചാച്ചി 62 വർഷം നിസ്സാര സമയമേ ഉള്ളൂ എന്നെ കാട്ടി. ഇന്ന് ശാരദ ടീച്ചർ പറഞ്ഞിട്ട് ഇന്ന് ശാരദ ടീച്ചറിന്റെ, അതായത്
മഹാനായ ഇ കെ നായനാറിൻ്റെ വൈഫിൻ്റെ 90-ാം വയസ്സ് പിറന്നാളായിരുന്നു. എല്ലാവരും ആഘോഷിച്ചു. അവരത്രയും കാലം ജീവിച്ചു. എനിക്ക് 90 പോയിട്ട് 70 വരെ ജീവിക്കുമെന്ന് എനിക്ക് ഒരിതുമില്ല. 52-ാമത്തെ വയസ്സിൽ ഒരു കളി കളിച്ചാൽ ഇതുപോലെ ഞാൻ എൻ്റെ അച്ഛൻ 52-ാം വയസ്സ് മരിച്ചു, ഞാനും മരിക്കുന്നു, ഞങ്ങളൊക്കെ പേടിച്ചു. എനിക്ക് ആ പേടിയൊന്നുമില്ല. എനിക്ക് ഈ ഒരു നിമിഷം മതി. പക്ഷെ എൻ്റെ കിടു എൻ്റെ അടുത്തുണ്ടാവും. അല്ല ഇത് പറ, ഈ 7,43,000 സബ്സ്ക്രൈബേഴ്സ് മക്കളെ ബാക്കി പറ. അവരോട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. അത് വലിയ തെറ്റൊന്നുമല്ല. അല്ല എന്നെ ഒരുപാട് പെൺകുട്ടികൾ സ്നേഹിച്ചിരുന്നു. അല്ല മറ്റേ ഇയാള് പറഞ്ഞ പോലെ അർജുന്റെ കൂടെ നടക്കുന്ന പുള്ളിയുടെ പേരെന്താണ് ഇതിനകത്ത്? ഇതൊക്കെ ചാവല്ലി വലിയ മോളെ 14-15. പക്ഷേ അച്ചാച്ചിയുടെ പഴയ ഫോട്ടോസ് ആണ്, പഴയ റഹ്മാനാണ്. അപ്പം സ്കൂളിൽ ഈ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവെന്ന് പറഞ്ഞതിലോട്ട് അച്ചാച്ചി എവിടെയെങ്കിലും ഒക്കെ പോയിച്ച് വന്നിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു സിനിമാ കഥ പറയുന്നു. നമ്മൾ ശ്രീകണ്ഠൻ നായരുടെ കൂടി പങ്കെടുത്തില്ലേ, അദ്ദേഹം 70-77 കാലഘട്ടത്തിലൊക്കെ ഒരു കണ്ടതും കേട്ടതും ഒക്കെ പറയാം. അന്ന് 3 റേഡിയോ ഉള്ളൂ ഈ പഞ്ചായത്തിൽ മൊത്തം. അപ്പോൾ നമ്മുടെ വീട്ടിൽ റേഡിയോ ഉണ്ട്. ഇത് കണ്ട അച്ചാച്ചി ഉണ്ടല്ലോ, കേട്ടിട്ട് ഇത് മുഴുവൻ അച്ചാച്ചി അങ്ങ് മറ്റു പലരുടെ അടുത്ത. അപ്പോൾ ഞാൻ എന്തോ ബുദ്ധിരാക്ഷസനാണോ എന്തൊക്കെയോ അത് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയി. അതൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അങ്ങനെയാണോ പുള്ളിക്കാരി വീണേ? അതൊക്കെ അങ്ങനെ എത്ര വീണു. പക്ഷേ ഇഷ്ടപ്പെട്ടത് ലോകത്തെ അവളെ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ സുലുവമ്മ എന്തോന്നു പൊട്ടനാ? അല്ലേ, സുലുവിന്റെ കഥ നീ പറയണേ ഉണ്ടല്ലോ, അത് ഭയങ്കര. അമ്മ എന്ന വീഡിയോ കണ്ട് ഒരുങ്ങും. അച്ചാച്ചിയുടെ അമ്മയുടെ ആ ലവ് സ്റ്റോറിയാണ് എനിക്ക് കേൾക്കാൻ പോകുന്നത്. ഒരിക്കലും ഞാൻ സുലുവിന്റെ ആകുമെന്ന് സുലു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരിക്കലും ആകാതെ എന്നെ സ്നേഹിച്ച ഒരിക്കലും അവള് കൃത്യമായിട്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളിപ്പോൾ മുമ്പേ പറഞ്ഞ കക്ഷിയെ കൊണ്ട് സുലുവിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കക്ഷിയാണ് എൻ്റെ ലൈന്, അങ്ങനെല്ലാം എന്നെ ഏറ്റവും ഇഷ്ടം അറിയാവുന്ന എന്നെ അതാ ഞാൻ നിങ്ങളൊക്കെ ചുമ്മാ എന്നെ കളിയാക്കി പറയാൻ വേണ്ടി ഉണ്ടല്ലോ, സുലു എന്നും അല്ല പറ, ഇത് ബന്ധങ്ങളൊക്കെ പറഞ്ഞോട്. അല്ല അത് പറ സുലുവമ്മയുടെ എന്തോ അതിന്റെ ബന്ധങ്ങളൊക്കെ അത് പറ. അച്ചാച്ചിയുടെ ആരാന്ന് പറ. കല്യാണത്തിന് മുന്നേ എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ മോള സുലുവമ്മ. അപ്പം അച്ഛൻ സുലുവിനെ എടുത്തുകൊണ്ട് വീട്ടിൽ എന്തെങ്കിലും ഓണത്തിനൊക്കെ വരുമ്പോൾ എടുത്തുകൊണ്ട് എൻ്റെ അച്ഛൻ അല്ല അവിടെ ഭാവി അമ്മ അല്ല അവിടെ അമ്മായിയപ്പൻ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവിടും. ഞാനിപ്പോൾ കിടുവിനെ എടുത്തുകൊണ്ട് നടക്കുന്നതിനൊക്കെ അങ്ങനെയൊക്കെ ഒത്തിരി ബന്ധങ്ങളുണ്ട്. അച്ചാച്ചിയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ കറങ്ങി ചുള്ളൻ. അമ്മ ഇങ്ങനെ ഒളിഞ്ഞൊക്കെ നോക്കൂ. പക്ഷേ അതൊക്കെ ഓക്കെ. പക്ഷെ എന്തായാലും എങ്ങനോ അച്ചാച്ചിയുടെ അമ്മയുടെ ആഗ്രഹമല്ലായിരുന്നു. പക്ഷെ എൻ്റെ പാവം അമ്മയുണ്ടല്ലോ, അമ്മ പറഞ്ഞു, മോനെ എനിക്ക് ആ മോളെ ഒത്തിരി ഇഷ്ടമാണ്. ഒത്തിരി കാലം അവൾ എൻ്റെ മോളാണ്. അല്ലെ അവൾ എനിക്ക് പക്ഷെ എനിക്ക് അങ്ങനെ അവളെ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ എൻ്റെ പെങ്ങൾ മരിച്ച ശേഷം ഏതൊരു പെൺകൊച്ചു, അന്ന് എനിക്ക് 18 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, ഏതൊരു പെൺകൊച്ചിനെ കണ്ടാലും ഇതെൻ്റെ മരുമോളായ കൊള്ള, ഇതെൻ്റെ മോളെ. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും എനിക്ക് ജീവിതത്തിൽ ഒരു പുണ്യമേ ഉള്ളൂ ഞാൻ ചെയ്തതിൽ ഏറ്റവും. ഇന്ന് ഒരു പക്ഷേ സുലു അല്ലാതെ മറ്റൊരാളായിരുന്നു എൻ്റെ ഭാര്യയെങ്കിൽ ഇന്ന് ഞാനോ എൻ്റെ അസ്ഥിയോ ലോകത്തിലൊന്നും കാണും. സുലു എന്നൊരു ശബ്ദമാണ് എന്നെ ഇപ്പോഴും നയിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ കുഞ്ഞു സമയത്ത് പോയാലും അവിടെ ആ സഹനശക്തി, അവിടെ ക്ഷമയും, അവിടെ എല്ലാം അവിടെ രണ്ടും കൂടെ ഉണ്ടാക്കുന്ന കച്ചറ കാണുമ്പോഴാണ് സുലു ഒരു ദേവത. അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ കച്ചറയ്ക്ക് 1 മിനിറ്റിക്കുള്ള ആയുസിലടി, 1 മിനിറ്റിക്കുള്ളിൽ ഞാനും എൻ്റെ കണ്ടുപിടിക്കണം, ഞാനും എൻ്റെ സുലുവും തമ്മിൽ. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുകയല്ലേ, സുലുവേ നിന്ന് വിളിച്ചാൽ കാലുടക്കിയില്ല. എടി സുലുവേ, ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ സപ്പോർട്ടുണ്ട്, ഇല്ലേ ഏത് ദൂരത്തിൽ നിന്ന് വിളിച്ചാലും എടി അച്ചാച്ചോട് വെറുതെ പറഞ്ഞിട്ട് ഓടി വന്ന് എൻ്റെ പുറകിൽ വിളിച്ചിരിക്കുക. ചില ദിവസം ഏതാണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങളെ കണ്ടില്ല. അല്ല കുഞ്ഞവിടെ പറയുമ്പോഴേക്കും ഞാൻ ഈ കരയ്ക്ക് ഈ കരയ്ക്ക് നമ്മുടെ ഇപ്പം നമ്മൾ കാല് കിടക്കുന്ന നമ്മളെ ഫലവൃക്ഷങ്ങളെല്ലാം വെച്ചേക്കുന്ന പറമ്പില്ലേ, ഇവിടെ ഒരു 10-250 മൂട് റബ്ബർ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഇതെല്ലാം വെട്ടി ഇതിൻ്റെ കറയെടുത്ത്, അന്ന് ഈ റോഡൊന്നുമില്ല, വെട്ടി ഇതിൻ്റെ കറയും കറ ഇവിടെ ഉറയൊഴിച്ച് ഷീറ്റടിച്ച് ചുമ്മി ഇതുവഴി വള്ളക്കടവ് വഴി കയറി അക്കരെ കൊണ്ടിട്ടേച്ച്. അപ്പോൾ അന്ന് 2:30 ഓസ്ട്രേലിയയിലെ ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുക. അപ്പോൾ റേഡിയോയിൽ കമൻട്രിയേ ഉള്ളൂ. ഞാൻ കമൻട്രി വെച്ചുകൊണ്ടിരുന്നു. ഇവൾക്ക് ഭയങ്കര ദേഷ്യം, ഇവൾ ഭയങ്കര മൂപ്പ്, ഞാനിന്ന് നിന്നെ കൊന്നിട്ടേ ഉള്ളതെന്ന് പറഞ്ഞു ഞാൻ വാക്കത്തി എടുത്തുകൊണ്ട് ഇവ കമൻട്രി. അപ്പോൾ ഞാൻ ഇത്രയും പണി ചെയ്താലും അച്ഛൻ മുറ്റത്തിരിക്കുന്നു, മാമൻ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെന്തിനാ കമൻട്രിയും കേട്ടുകൊണ്ട് കളിക്കുന്നത്, അതായതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വാക്കത്തി എടുത്തുകൊണ്ട് വന്നപ്പോൾ അച്ഛൻ്റെ പറയും, മാമ എന്നെ ഇപ്പോൾ വിട്ടു, മാമ എന്നെ ഇപ്പോൾ വിട്ടു. അപ്പോൾ അച്ഛനെ നോക്കി എഴുതാൻ ആ വാക്കത്തി പിന്നെയും കമൻട്രി കേൾക്കും. അവൾക്കങ്ങ് ഇവിടെ ഉണ്ടല്ലോ, അതിപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ സ്വഭാവം. പാവാടി ഞാനങ്ങ് പോയാലും അതിനെ വേദനിപ്പിക്കല്ലേ കേട്ടോ. അയ്യോ, ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ചാച്ചിയാ. കൊടുക്കും, എന്നാലേ നമുക്ക് ചെറിയ ഇതുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ സമ്മതിക്കാം, ഒരിക്കലും ഞാൻ ഇവർ പരസ്പരം ചീത്ത വിളിച്ചോ ദേഹോപദ്രവം ചെയ്തോ ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും. ഞാൻ പറയുന്നതിനപ്പുറം ഒരു വാക്കും
ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്ന ചീത്തവിളിയില്ല, അതാണ് ഏറ്റവും നല്ല പേടി. മിക്ക കുടുംബത്തിലും കാണുന്നൊരു സംഭവം അത്. പക്ഷെ അതില്ല, ഒരു ഉപദ്രവമില്ല. 2 മിനിറ്റ് ഞങ്ങളൊന്ന് കറിയിച്ചേച്ചേ സുലുവേ, 2 മിനിറ്റ് കൂടെ ഒന്ന് ഞങ്ങളുടെ അത് ഇത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരവാണ്. ഞാൻ പഠിച്ചതും ശീലിച്ചതും ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ 2 മിനിറ്റിൽ കൂടുതൽ അവരുടെ വൈരാഗ്യമോ പ്രശ്നങ്ങളോ നീളരുത്. പിണങ്ങി തമ്മി അങ്ങോട്ട് മാറി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഒരു പിണക്കം തോന്നി ഇന്ന് നിന്നെ കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോവാം, നാട് വിട്ടു പോവാം, മറ്റേതാ മറിച്ചേതാന്ന് പറഞ്ഞ് പോയാലും ആ ഇറങ്ങുന്ന സമയം ഒരു ഉടുപ്പിഞ്ഞെടുത്ത് ഇന്നറിയാതെ പറയുമ്പോൾ ആ ഉടുപ്പും കൊണ്ട് അടുത്ത് വരും. അല്ലെങ്കിൽ അല്ല, മറ്റേ പുള്ളിക്കാരി എന്താ വേണ്ടാന്ന് വെച്ചാൽ അത് പറഞ്ഞില്ലല്ലോ. ഇപ്പം എല്ലാവരും ചോദിക്കുന്ന കമൻറ്റ് അതായിരിക്കും. ആരും ചോദിക്കരുത്. അല്ല, ഞാൻ ചോദിച്ചു. നിങ്ങൾക്ക് അറിയണമെങ്കിൽ അടുത്ത വീഡിയോയിൽ അച്ചാച്ചി പറയുന്നതായിരിക്കും. നിങ്ങൾ ചോദിക്കണം അച്ചാച്ചി ലൈൻ എങ്ങനെയാ പൊട്ടിയെന്ന്. എല്ലാവരും പേര് പറയില്ല. ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ച എനിക്ക് ഭയങ്കര ആഗ്രഹം മറ്റേ സിനിമയിലെ പോലെ ഒന്ന് കാണാൻ പോയാൽ. സുലഭം എന്നാ തകരും. ഇപ്പോഴും അമ്മയ്ക്ക് അത് കേൾക്കാൻ പേടിയാ. സമ്പൽ സമൃദ്ധി, എൻ്റെ സമ്പൽ സമൃദ്ധി മാത്രമേ ആ കുട്ടി കണ്ടിട്ടുള്ളൂ. കുട്ടിയല്ല, ഇപ്പോൾ ഒരു പക്ഷേ അമ്മയോ ആരൊക്കെയും വായിക്കണം. 10-15 വർഷമായതുമായിട്ട് എനിക്ക് യാതൊരു 15. ഓഹോ, അപ്പൊ ഈ ബന്ധം തുടർന്നു അല്ലേ? ദുഷ്ട. അതായത് ഏത് വർഷം വരെയാണ്? അതായത് എന്റെ 15 വയസ്സ് വരെ അല്ല, എന്റെ ഒരു 17 വയസ്സ് വരെ അച്ചാച്ചി ആ ബന്ധം തുടർന്നു അല്ലേ? ഞങ്ങൾ വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ഏത് പ്രായം വരെ? തള്ളി മറിക്കുക കള്ളത്തിന് കേട്ടോ. എന്നാ പോട്ടെ, ഒരു കാര്യം ചെയ്യ്, നീ ഒരു കാറും ഡ്രൈവർ എന്താ? നീ ഒരു കാറും ഡ്രൈവർ കുഞ്ഞാൻ കൊണ്ടുപോക്കോ? കുഞ്ഞാൻ പറ്റത്തില്ല. ഇപ്പൊ പോയി ഞാൻ വിളിച്ചാ തീർച്ചയായും അവരുടെ കെട്ടിയാൻ അടിച്ചോടിച്ചു അല്ലേ? ഇല്ല, എന്നോട് സ്നേഹത്തോട് സംസാരിക്കും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് മാന്യതല്ലേ? അതേ മാന്യത ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് ജീവിതത്തിൽ പിന്നെന്താ ഒരിക്കലും ഞാൻ ആ പെണ്ണ് ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. വാക്കുകൊണ്ട് അവളെ രക്ഷപ്പെടുത്തിയില്ലേ സുലോമ പെട്ടപ്പം? അല്ല, അതിന് മുമ്പേ അവള് പറയാ ഞാൻ പുണ്യം ചെയ്ത ജന്മമാണ്. അണ്ണാണി ബാക്കി കഥ പറയാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാരും അണ്ണാണി കലിപ്പന്റെ കാന്താരി ഉറങ്ങി പോയാലും അച്ഛനെ കടലകത്ത് ഒഴുകുന്നു. അമ്മ കടലിന്റെ ഇപ്പുറത്ത് കരയായിട്ട് കിടക്കുന്നു. അപ്പൊ ശരി, ടാറ്റ. കുറച്ച് ക്രിസ്മസ് പാട്ടൊക്കെ കേട്ടിട്ട് പോക്കോട്ടോ. എല്ലാ സംശയങ്ങളും ഇതെന്ത് നയൻതാര കിടക്കുന്ന പോലെ കിടക്കുന്നേ. ഇത്രയും നേരം മിണ്ടാതിരുന്ന്. ഓക്കെ, തിളയ്ക്കുന്ന തിള നോക്ക്. കപ്പ കിടച്ചേട്ടൻ. ഞാൻ ഈ മൂലയ്ക്ക് എവിടെ ഇരുന്നോട്ടെ. അത് ഓരോരുത്തരുടെ ആവശ്യത്തിന് വിളമ്പി എടുത്ത് കഴിച്ചോളൂ. എവിടെയെങ്കിലും ഇരുന്നോ? ഞാൻ ഇരുന്നോളാം, നിങ്ങൾ കഴിക്കുക. അങ്ങനെ എവിടെയെങ്കിലും ഒരു ശകലം വെച്ചാൽ മതി, എനിക്ക് ഇത്രയൊന്നും വേണ്ട. നാടുക്കങ്ങൊഴിക്ക്. ഇതിന്റെ ചാറുണ്ടല്ലോ. ഹായ് സൂപ്പർ സ്റ്റാർ. മുടി കണ്ടിട്ട് ആളെ മനസ്സിലാവുന്നില്ല. ഇത്രയും നാക്കിയെടുക്കാൻ ഞങ്ങൾ എന്തെല്ലാം പരിപാടികൾ ഇവിടെ ചെയ്ത്. കഷ്ണമുള്ളതാണ് കുട്ടി ഉദ്ദേശിച്ച ചാറ്. അച്ചാച്ചി കഴിക്കുക. അതെ, എനിക്ക് ചോറും കഴിക്കുക, ഇച്ചിരി വെള്ളം കുടിച്ച് 2-3 മണിക്കൂർ കൊണ്ട് ഇത്ര ഭക്ഷണം കഴിക്കാവൂ. ഇട്ടു ഞാൻ ഇട്ടു ചാറി മുക്കി നോക്കടി. വേണ്ട, ഉപ്പിനിടണ്ട. ഉപ്പിരിപ്പുണ്ടായിരുന്നു അവിടെ. ഞാൻ ഒത്തിരി ഇട്ടില്ല, ഞാൻ കുറച്ചിട്ടുള്ളൂ. എന്റെ കുഞ്ഞിന്റെ നാക്കിലെ കറണ്ട് കണ്ടോടി, കണ്ടോ? കഴിക്കാച്ച കൊണ്ടുപോകത്തില്ല. അവൻ ആവശ്യത്തിന് കഴിക്കാൻ അവൻ അറിയാം. വണ്ടി എടുത്തോടെ വെച്ചേക്കുക. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ കറിയിൽ മുക്കുമ്പോ കറക്റ്റ് ഉപ്പല്ലേടി കപ്പ. അതിന്റെ കൂടെ ചോറ് കൂടെ കഴിക്കണം. കഴിക്കുമ്പോൾ പോകും. നമ്മളെ സാധാ മീനെക്കാട്ടി നല്ല ടേസ്റ്റ് അല്ലേ? നമ്മൾ ഒത്തിരി മീൻ വാങ്ങിക്കുന്ന വലിയ നെയ്മീൻ അതൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടി ഈ വാളമീൻ വൃത്തിയാക്കി. പാവ അമ്മ അത്രയും കഷ്ടപ്പെട്ട് അരച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അമ്മ? അരഞ്ഞല്ല, ഞാൻ തേങ്ങാത്തിരി മിക്സിയിലിട്ടരച്ചേനെ. പക്ഷേ ആ ചാറ് പറ്റിക്കുന്നില്ല. ചുമ്മാ തേങ്ങാത്തിരി കടന്നാൽ ശരിയാകത്തില്ല. ദേവതയുടെ റെസിപ്പിയാന്ന് തോന്നുന്നു. അടിപൊളിയാ. നമ്മുടെ ഇവിടെ വന്ന പള്ളിക്കാരുടെ കരോള് ഗാനം, അവർ വന്ന ക്രിസ്മസിന് വന്ന പരിപാടിയുണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ട് പിള്ളേരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണം കേട്ടോ. വീഡിയോ ഓഫ് ആക്കി പോവല്ല, നല്ല രസിച്ച് കാണാവുന്ന സംഭവമാണ്. അതേതായാലും എല്ലാവരും കൂടെ കാണുക. അപ്പോൾ ഗുഡ് നൈറ്റ്. എല്ലാ വർഷവും ഏതോ ഒരു വർഷം ആരും വന്നില്ല. അന്ന് വിഷമം ഞാൻ വീഡിയോയിൽ പറഞ്ഞു. പിന്നെ ഇത്തവണ 4 പേര് വന്നു ഇപ്പം തന്നെ. ഏതായാലും അപ്പം നമുക്ക് ക്രിസ്മസ് പാട്ടും ഡാൻസും എല്ലാം കണ്ടിട്ട് പോവാം. കുഞ്ഞു ഗ്രാമത്തിലെ കുഞ്ഞു ക്രിസ്മസ് ആഘോഷം. അതെ, സിനിമയിൽ കാണുന്ന എന്തൊരു കുളിരല്ലേ ഇവിടെ. കുളിരുന്നത് അതെ, തണുപ്പുണ്ടോ? ഇവിടെ 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല തണുപ്പാണ്. തുടങ്ങിക്കോ അപ്പൂപ്പൻ, ക്രിസ്മസ് അപ്പൂപ്പൻ. പേടിയോ, ഉറക്കമായിരുന്നു.
പനിനീരു പെയ്യുന്ന പാതിരാവിൽ പാരാകെ മഞ്ഞിൽ കുളിച്ചരാവിൽ ദൈവാശ്രയബോധത്തോടും ഈ മനുഷ്യായ നീതിബോധത്തിൽ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പാവങ്ങളെ ക്ഷമിക്കുന്നതിനും ഞങ്ങളെ വീണ്ടെടുക്കുന്നതിനും തെറ്റിലേക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കുന്ന ദൈവസ്നേഹത്തിനായി ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാ നന്മകളും വിഭാഗത്തിൽ നേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് പ്രവർത്തന മേഖലകളിൽ ജീവിതാനുഭവങ്ങളിൽ കർത്താവിന്റെ കൃപയുണ്ടായിരിക്കും. ഞങ്ങളുടെ ശുശ്രൂഷയിൽ നിന്റെ കൃപയുടെ വ്യാപാരം നൽകണം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഉമ്മച്ചൻ ആരാധകരാന്ന് തോന്നുന്നു. ഞങ്ങളുടെ തത്തക്കുട്ടനെ കണ്ടില്ലേടി? വേറെ ആർക്കും കൊടുത്തേക്കല്ല. ഞാൻ 200 സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ സൂക്ഷിച്ചു വെക്കുന്നില്ല. പൊന്നാണിയെ കണ്ടില്ലടാ, കിളിയെ കണ്ടില്ലേ നിങ്ങള്? അല്ല, അവത്തുണ്ട് വേറെ വർത്താനം പറയുന്ന കിളിയുണ്ട് അകത്ത്. അമ്മ തുറന്നു കൊടുക്കമ്മേ. ആണോ? ഞാൻ കാണിച്ചു തരാം.